വെളിച്ചത്തെ ഊതിക്കെടുത്തണമെന്ന് ആഗ്രഹിച്ച് വ്യാമോഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഏറ്റ മറക്കാൻ പറ്റാത്ത അവരുടെ ഉറക്കം കെടുത്തുന്ന, ഒരുപക്ഷെ അവർ ഉറങ്ങിയാൽ അവരുടെ സ്വപ്നത്തിൽ പോലും ഖാംനി എന്ന് പറയുന്ന ഇറാനിന്റെ ചുണക്കൂട്ടി ഒരു ഷിയ രാജ്യമാണെങ്കിൽ പോലും ഇന്ന് മുസ്ലിം സമൂഹത്തിലെ സൂപ്പർ സ്റ്റാറായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നത് പതുക്കെ പറയേണ്ട കാര്യമല്ല. അദ്ദേഹം എല്ലാം മുന്നിൽ കണ്ട് മുന്നോട്ട് പോയ ആളാണ്. വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ രക്തസാക്ഷിത്വം എനിക്കിഷ്ടമാണ്. നാട് കടത്തുമെന്ന് പറഞ്ഞപ്പോ വേറെ ഒരു ഭരണ സംവിധാനം ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതെനിക്ക് ഹിജറയാണ്. ജയിൽവാസമാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ചങ്കൂറ്റമുള്ള, ചോരത്തളപ്പുള്ള പ്രായാധിക്യത്തിന്റെ പ്രതിസന്ധികളൊന്നും ലെവലേശം അദ്ദേഹത്തിന്റെ മനസ്സിനെ തൊട്ടു തീണ്ടാത്ത ഒരു ആൺകുട്ടിയെന്ന് സയനിസം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, യൂറോപ്പ് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, യൂറോപ്പിനും സയനിസത്തിനും പാദസേവ ചെയ്യുന്ന മുസ്ലിം നാമധാരികളായ മുസ്ലിം പേരുള്ള രാഷ്ട്രങ്ങൾ പോലും മനസ്സിലാക്കി. അവർക്കൊരു പാഠമാണിത്. നെഞ്ചു വിരിച്ചു നിന്ന സമയത്ത് അയംഡോം എന്ന് പറയുന്ന ഏത് വലിയ ആയുധങ്ങൾ വന്നാലും തടുക്കുമെന്ന് 100 തവണ ഉറച്ചു പറഞ്ഞ അയംഡോമിനെ ഉറക്കിക്കെടുത്തി വേണ്ട ചികിത്സ ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് രാജ്യത്തിൽ അഭിമാനകരമായ ഒരു പ്രതികരണമായിരുന്നു ഇറാൻ നടത്തിയിരുന്നത് എന്ന് പറയുന്നതിന് നാം മടിക്കേണ്ടതില്ല. കാരണം യാതൊരു പ്രകോപനവുമില്ലാതെ, യാതൊരു പ്രശ്നവുമില്ലാതെ വലിയ അംഗീകാരമുള്ള ലോകത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്രോതസ്സുള്ള ലോകത്തിൽ വലിയൊരു രാജ്യമായിട്ട് ശക്തിയായി അംഗീകരിച്ചൊരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കുക, അവരുടെ പ്രധാനപ്പെട്ടവരെ കൊല ചെയ്യുകയാണ് എന്ന് മാത്രമല്ല, അവിടെ അണുവായുധമുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് അപരാധം പറഞ്ഞതെങ്കിൽ പലവട്ടം UN-ന്റെ നേതൃത്വത്തിൽ അതിനെ സെർച്ച് ചെയ്ത് റിസൾട്ട് അവതരിപ്പിച്ചതാണ്. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള അണുവായുധങ്ങളില്ല എന്ന് റിസൾട്ട് കൊടുത്തതാണ്. എല്ലാവർക്കും ഒരു പാഠമാണ് ഇതെന്ന് സന്ദർഭോചിതമായി പറഞ്ഞ് മുന്നോട്ട് പോകുക.